I'm Shruti from Lollipops. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഷ്വൽ ഡ്രസ്സാണ് കേട്ടോ. ഇത് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലൊരു ഡ്രസ്സാണ്. അതെല്ലാം നിങ്ങൾക്ക് പെയർ ചെയ്തിട്ട് ആങ്കിൾ ലെങ്ത് ബോട്ടംസ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് വന്നിരിക്കുന്ന ഫാബ്രിക് ഇൻഡോ വെസ്റ്റേൺ ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്. ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്. അത് ഇതാണ്. ഇത് ടെക്സ്ചർ മനസ്സിലാക്കുമ്പോൾ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേനും ഒരു കൈൻഡ് ഓഫ് ഒരു ഫീൽ ഉണ്ട്. അതുകൊണ്ടാണ് ടെക്സ്ചേർഡ് എന്ന് പറയുന്നത്. ഈ ഒരു കൈൻഡ് ഓഫ് ഒരു അബ്സ്ട്രാക്ട് പ്രിൻ്റാണ് ഇതിന് വന്നിരിക്കുന്നത്. ആലിയ കട്ടിൻ്റെ കട്ട് വന്നിട്ടുണ്ട്. പ്ലീറ്റ്സോ ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു കട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ഒരു എൻഹാൻസ്ഡ് എംപയർ ലൈനാണ് നമുക്ക് തോന്നുന്നത്. ഇച്ചിരി കൂടെ ഒരു ഷേപ്പുള്ള രീതിക്കാണ് ഈ ഒരു കട്ട് വരുമ്പോൾ തോന്നുക. പിന്നെ ഇതുപോലെ നമുക്ക് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നോർമലായിട്ടാണ് വരിക. ഓക്കെ, വളരെ കംഫർട്ടബിളി നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ടു ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഫാബ്രിക്സ് വേർത്താണ്. പിന്നെ ഫാബ്രിക്കിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു പർട്ടിക്കുലർ ഫാബ്രിക്കിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരല്ല, ഒരു പർട്ടിക്കുലർ സ്റ്റൈലല്ല. നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫാബ്രിക്സ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റൈൽസ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യുന്നതാണെന്ന് നോക്കിയിട്ട് വേണം. ഇപ്പോൾ എസ്പെഷ്യലി ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തത്, ട്രൈ ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ, കോട്ടൺ തന്നെ വേണം അല്ലെങ്കിൽ സോഫ്റ്റ് ഫീലിംഗ് വേണം എന്നുള്ളവർ, ഇമ്പോർട്ടഡ് ഫാബ്രിക്സ് ഓരോ ഇമ്പോർട്ടഡ് ഫാബ്രിക്കും ഓരോരോ കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ്. അപ്പം നമുക്ക് നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രിഫറൻസ് ആദ്യം വയ്ക്കുക. ബിക്കോസ് എനിക്കിഷ്ടമുള്ളതായിരിക്കണം എന്നില്ല ഇനി വേറൊരാൾക്ക് ഇഷ്ടം. ഈവൻ എനിക്കിപ്പോൾ എൻ്റെ സിസ്റ്റർ ആണെങ്കിൽ പോലും പുള്ളിക്കാരുടെ പ്രിഫറൻസ് വേറെ ആയിരിക്കും, എൻ്റെ പ്രിഫറൻസ് വേറെ ആയിരിക്കും. അപ്പം അത് നോക്കിയിട്ട് മാത്രം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. അതല്ലാണ്ട് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ക്വാളിറ്റി ഇല്ല, ഇതൊരുമാതിരി അങ്ങനെ പറയരുത്. നമുക്ക് തന്നെ അറിയാം. കാരണം ഈ ഒരു സെയിം സാധനം ഒരു കസ്റ്റമർ അടിപൊളി റിവ്യൂ ഭയങ്കര സൂപ്പറാന്ന് പറയുമ്പോൾ വേറെ കസ്റ്റമർ ഇതിന് ക്വാളിറ്റി ഇല്ലാത്തതല്ല, നിങ്ങളുടെ പ്രിഫറൻസിന് ചേരുന്ന ഒരു സംഭവമായിരിക്കില്ല, നിങ്ങൾക്ക് ടേസ്റ്റിനുള്ളതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തത് ഓർത്തിട്ട് മാത്രം, അത് ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ. ബിക്കോസ് നമുക്ക് പല കൈൻഡ് ഓഫ് ഇനിയും ഒത്തിരി ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ കംപ്ലീറ്റ് ഈ ടീം ലോലിപോപ്സിലുള്ളവർ. അപ്പം അത് നോക്കിയിട്ട് മാത്രം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. പിന്നെ അടുത്തത്, ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കംപ്ലയിൻസോ എന്തെങ്കിലും ഇഷ്യൂസോ ഉണ്ടെങ്കിൽ ഫസ്റ്റ് കംപ്ലയിൻറ്റ് ബോട്ടിൽ റേസ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റിൽ സൈഡിൽ ഒരു 3 ഡാഷ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് എന്ന് തന്നെ വളരെ ക്ലിയർലി കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മളുടെ അടുത്ത് പ്ലേസ് ചെയ്തിട്ടുള്ള എല്ലാ ഓർഡേഴ്സും അവിടെ ലിസ്റ്റ് ചെയ്യും. അതിനകത്തേക്ക് കംപ്ലയിൻറ്റ്സ് റേസ് ചെയ്യാം. ഇഫ് ഇൻ കേസ് കംപ്ലയിൻറ്റ് ബോട്ടിൽ പറ്റുന്നില്ല, OTP വരുന്നില്ലെങ്കിൽ info@lollipopsboutique.com എന്നുള്ള മെയിൽ IDയിലേക്ക് ഡീറ്റെയിൽസ് വെച്ചിട്ട് മെയിൽ അയക്കുക. ഓർഡർ ഐ ഡി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഓർഡർ ചെയ്ത പ്ലേസ് ചെയ്ത ഡേറ്റും നിങ്ങളുടെ മൊബൈൽ നമ്പറും കൊടുത്താൽ മതി, കിട്ടും. ഇനി ഇത് രണ്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം IVR വിളിക്കുക. IVR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കോൾ വോളിയം വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കോൾ കണക്റ്റ് ആണെന്നുണ്ടാവില്ല, ക്യൂവിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് IVR വിളിക്കുക. ഇത് ഇത്രയും വേണം. ഇനി അതിനകത്ത് റിപ്ലൈ ഡിലേ ആവുകയാണ്, കിട്ടുന്നില്ല, മിസ്സായിപ്പോയി, എങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യും. നമ്മൾ ഒരിക്കലും കമൻറ്റ് ചെയ്യുന്നതിന് യാതൊന്നും പറയാറില്ല, ഡിലീറ്റും ചെയ്യാറില്ല. ഒറ്റ കാര്യം, കമൻറ്റ് ചെയ്യുമ്പോൾ ഓർഡർ ID വെച്ച് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് അതിന് എന്തെങ്കിലും റെസ്പോൺസ് നൽകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കളേഴ്സ് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ കളർ വന്നിരിക്കുന്നത് ബ്രൗൺ കളറാണ് കേട്ടോ. ബ്രൗണിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 949. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ കളർ വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡാണ്. സെയിം ഒരു പാറ്റേണിലാണ് കൊടുക്കുന്നത്. ഇതിന് ഇലാസ്റ്റിക്കേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സ്ലീവ്സ് ആണ് കേട്ടോ. അപ്പം ഈ ഒരു ലെവൽ 3/4 സ്ലീവ്സ് വരെ പറ്റും. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റും. ബാക്കിൽ നോർമലിലെ പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 949. നെക്സ്റ്റ് നമ്മുടെ കളർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഒരു പിങ്കിഷ് മെറൂൺ ഷെയ്ഡാണ്. അതിനകത്തേക്കും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 949. ഇതെല്ലാം റെഡി ടു ഡിസ്പാച്ച് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. 7 വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡിസ്പാച്ച് ആവുക. ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ.